ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാരാഷ്ട്ര എത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്ര വന്നാൽ അത്യാവശ്യം ഒരു സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യയായിട്ട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഫുഡൊക്കെ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചുള്ളതൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഒരു എത്ര മണിയായി? 7-8 മണിയാവുമെന്ന് തോന്നുന്നു. ഞങ്ങളിതേ തിരിക്കുകയാണ്. ഇന്ന് ഹൈദരാബാദായിരിക്കും സ്റ്റേ. അപ്പോൾ ഇത് നാഗ്പൂറാണ്. വലിയൊരു സിറ്റി ആയിരുന്നു കേട്ടോ. നാഗ്പൂറൊക്കെ കാണാൻ പറ്റി. അപ്പോൾ നേരെ നമുക്ക് ഹൈദരാബാദ് വിടാം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, ബൊഫേ ഉണ്ടായിരുന്നു, കോംപ്ലിമെൻ്ററി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഇങ്ങോട്ടൊക്കെ കെയർ ചെയ്തുകൊണ്ട് പോകുന്ന വഴിക്ക് കടകൾ കാണുമെന്ന വിശ്വാസത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടില്ല. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച്, ഇല്ല എങ്കിൽ ദാബേ കയറി റൊട്ടിയും തിന്നുകൊണ്ട് പോവാം. നമ്മൾ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഹൽദിറാംസിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് നൂഡിൽസൊക്കെ കഴിച്ചില്ലേ, അവിടെ തന്നെ വീണ്ടും വന്നു. ഒരു കോയിൻസിഡൻസ് ആണ്. നമ്മളിങ്ങനെ നോക്കി വന്നപ്പോൾ കട കണ്ട് ഇങ്ങനെ കയറി. ഇന്നിപ്പോൾ ഇവിടെ കയറി ചോളെ ഭട്ടൂര കഴിച്ചല്ല, അപ്പുറത്ത് ഉണ്ടാവുമെന്തോ ബാക്കിൽ പോയി നോക്കണം. പോയി നോക്കണം. ഇവിടെ കുറച്ച് കത്തിയാണ്, അവിടെ ഉണ്ടെങ്കിൽ അത്ര കത്തിയില്ല. KFC പോയല്ല, അവിടെ പണി നടക്കണേ, ഓപ്പൺ ആയില്ല. വേറെ ഉറക്കം വരുന്നു, ഉറക്കത്തിൻ്റെ ഒരു ഇതാണ്. എൻ്റെ കൊച്ചിനെ ഞാൻ കൊടുക്കും. ഇത് 11 മണിയാവും. ഞാൻ അവിടുത്തെ കാര്യമാണ് പറഞ്ഞത്. രാവിലെ KFC തിന്നോണ്ടിരിക്കാം. ഉണ്ട് കേട്ടാ, ചോളെ ഭട്ടൂരി ഉണ്ടെങ്കിൽ വാങ്ങിക്കായിരുന്നു. എന്താ പോഹ എന്തൊക്കെയോ നോക്കുന്ന കണക്ക്. ജാക്കറ്റ് ഇടല്ലായിരുന്നു, തണുക്കണം. തണുപ്പില്ലെന്ന രീതിയാണ് ഇതൊക്കെ എടുത്തിട്ടത്. ദോശയൊക്കെ ഉണ്ട് കേട്ടോ, ഗീ റോസ്റ്റൊക്കെ ഉണ്ട്. പോഹ, ഇഡ്ഡലി, ദോശ വേണ്ട. ദോശ കഴിക്കണം, ചോളെ ഭട്ടൂരി കഴിക്കണം. തണുക്കണം. എനിക്ക് തണുക്കണ്ടേ? ഇനിയിപ്പോൾ വേണ്ട. അന്നത്തെ വൻ തന്നെ ചോളെ ഭട്ടൂരിനെ. ഓ, ഞങ്ങളുടെ ദോശ വന്നു. അന്ന് അവിടെ നിന്ന് കിട്ടിയല്ലോ. നിറയെ ബട്ടർ ഉണ്ടോ നോക്കട്ടെ. നിറയെ ഇല്ലെങ്കിലും ബട്ടറിൻ്റെ ഉണ്ട് കേട്ടോ. ദോശ ഉള്ളാമെന്ന് നോക്കട്ടെ. പണ്ടാരക്കാലം മുതൽ എന്തോന്നാ തേച്ചേക്കണേ അതിനകത്ത്. ബട്ടർ തന്നെ എന്തോ ഒരു ജീരകത്തിന് വേണ്ട ടേസ്റ്റ്. ചോള ഭട്ടൂര് വെച്ചപ്പോൾ ഇവിടെ ഇല്ല. ഇന്ന് അവിടെ കണ്ടായിരുന്നാണ് ഹൽദിറാംസിൽ. ഇത് കടല ചമ്മന്തി വേണ്ട. ഇത് കുഴപ്പമില്ല, സാമ്പാർ ദോശയും കുഴപ്പമില്ല. ചീസ് മസാല ദോശ കൊള്ളാൻ നമുക്ക്. മുടിയാണെന്ന് നോക്കിയത്. കൊള്ളൂല്ലേ? വലിയ പോരാ, അപ്പത്തുനിന്ന് കഴിച്ചാൽ മതിയായിരുന്നു. ചീസ് ഉണ്ട് അതിൽ. ഈ മഹാരാഷ്ട്രക്കാരുടെ എല്ലാ ഫുഡിനും സാമ്പാറിലൊക്കെ ചെറിയ മധുരം കാണും. മധുരമുണ്ട്. ചില സൈഡിൽ പോഹ ഉണ്ടാക്കുന്നതിൽ അതിലും മധുരം കാണും. പോരാ, എനിക്ക് വേണ്ട, മതി. കൊള്ളില്ലായിരുന്നു ഫുഡ്. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ വാങ്ങും, കഴിക്കില്ല, വച്ചിട്ട് വരും. ദോശ കുഴപ്പമില്ല, എനിക്ക് എന്താ കറി ഇഷ്ടപ്പെട്ടില്ല, പറ്റുന്നില്ല, മതിയായി. ആ ഒരു ടേസ്റ്റ് എനിക്ക് എന്തോ സത്യം. എനിക്ക് കുറച്ച് ചോറും തൈരും എൻ്റെ ഇരിക്കുന്ന ചമ്മന്തിപ്പൊടിയും വറ്റൽമുളകും, ഉച്ചയ്ക്ക് എനിക്കത് മതി. എനിക്ക് ഇഡ്ഡലിയും ദോശയും നമ്മളെ സാമ്പാറും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ കൊതിയായിട്ട് വയ്യ. എനിക്ക് പറ്റില്ല. ഇന്നലെയും വാങ്ങിച്ചിട്ട് കളഞ്ഞ്, എന്നും ഇപ്പം വാങ്ങിച്ചിട്ട്. അങ്ങനെ വൈകിട്ടത്തെ കൊള്ളായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഹൽദിറാംസിൽ കയറി എന്തെങ്കിലും സ്വീറ്റ്സ് കഴിക്കാം. സ്വീറ്റ്സ് കഴിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. ഇത് എന്താ എണ്ണ എല്ലാം തോന്നുന്നു, എന്താ മസാലയാണെന്ന് തോന്നുന്നു. കുറച്ച് കാഷ്നട്ട് എന്നല്ല വാങ്ങിച്ചായിരുന്നേ, അത് കഴിക്കാമെന്ന് പറഞ്ഞ് അതെടുത്തപ്പോൾ അതിലും അധികം പ്രശ്നം. അവരെ മസാല, ചാറ്റ് മസാലയോ എന്തോ. ഇവിടെ കയറി ചോള ഭട്ടൂര കഴിച്ചാൽ മതിയായിരുന്നു. എനിക്ക് അത് ഇഷ്ടമാണ് കേട്ടോ, ചോള ഭട്ടൂരെ. ഗിഫ്റ്റ് ഹാമ്പർ ചീമക്കരണം വാങ്ങിച്ചോണ്ട് കൊടുക്കുന്നു. ഇത് നല്ലതായിരിക്കുമോ? റസ്മിലായി ഇതൊരെണ്ണം വാങ്ങിക്കായിരുന്നു.
ഗുൺ രസമലായും ഇത് രണ്ടെണ്ണം ഓരോന്ന് വരട്ടെ. ഹൽവ അല്ലെങ്കിൽ വാങ്ങിക്കാം. ഞാനൊരു ഗിഫ്റ്റ് ഹാമ്പർ ചീമയ്ക്ക് എടുത്ത കേട്ടോ. അവളങ്ങനെ സ്വീറ്റ്സ് അധികം കഴിക്കുന്ന ആളല്ല. അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാമെന്ന് എഴുതിയപ്പം അവൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇത് സച്ചിന് ആഗ്രാപ്പയുടെ ഇഷ്ടമാണ്. ഭയ്യ ഒരു വെള്ള റസമലായി ഒരു മഞ്ഞ റസമലായും പറഞ്ഞേ. രണ്ടിൻ്റെ ടേസ്റ്റ് അറിയാനാണ്. മഞ്ഞ കഴിച്ചിട്ടുണ്ട്, വെള്ള കഴിച്ചിട്ടില്ല. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഏക് മോട്ടിച്ചോർ ലഡു ഇല്ല, കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കും. അല്ല, ഇത് കഴിച്ചു നോക്ക്. മോട്ടിച്ചോർ ലഡു നമുക്ക് അവിടെ കിട്ടും, കഴിക്കണതാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇത് മറ്റേ കേസറിൻ്റെ ടേസ്റ്റ്. കൊള്ളാം, രണ്ടും കൊള്ളാം. എനിക്ക് സ്വീറ്റ്സ് ഇഷ്ടമാണ്. നൈസ്. ഇത് വേണ്ടടാ, മോട്ടിച്ചോർ ലഡു നോക്ക്. എവിടെ വാങ്ങിക്കാടി. അവളതും ഇതൊക്കെ നുള്ളി പറക്കാണ്. മതിയാ? ഏക് ആഗ്ര പേട. ഇത് ചീമയ്ക്ക്. മോം ടു ബി എൻ്റെ വക ഒരു ഗിഫ്റ്റ്. എനിക്ക് വാങ്ങിക്കണമെന്ന് വേദ നമ്മളെത്തിയിട്ടേ അവള് കാണും. വേദയാണ് വാങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വാങ്ങിക്കുന്നത്. ആഗ്രഹപ്പേട സച്ചിന്. ഈ കൊച്ചു തിന്നാൻ സമ്മതിക്കില്ലല്ലോ. കൊള്ളാമോ നോക്ക്. കൊള്ളാമോ നോക്കട്ടെ. ഞാൻ അത് കഴിച്ചിട്ട് വേറെ കഴിക്കുമ്പോൾ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. നൈ ബില്ല് കൊടുത്താ? ആട്ടെ കഴിക്കും. അത് കുറച്ച് ഒരു പ്രാവശ്യം എന്നാ ഒരു പ്രാവശ്യം നിനക്കും വേണ്ടേ? ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് അവിടെ നിറയെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട്. അത് കുഴപ്പമില്ല. നീയല്ലേ ഇത് വാങ്ങിക്കാൻ പോകണം. നമുക്ക് ചോക്ലേറ്റിനെക്കാട്ടി നല്ല സാധനമാണിത്. ഹൽദിറാംസിന്റെ സ്വീറ്റ്സ്. അവളെ തൊടാൻ സമ്മതിന്നില്ലെങ്കിൽ അത് കളഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ വച്ചേക്കാം. ചീമയ്ക്കുള്ള ഗിഫ്റ്റ് അവളോട് ചോദിക്കേണ്ട, സർപ്രൈസ് അല്ലേ കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞ് എന്നെ എന്തെല്ലാം പറഞ്ഞാന്തോ. ഞാൻ പറഞ്ഞു അവൾ കഴിച്ചില്ലെങ്കിലാന്ന് എഴുതി. ഇപ്പോൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ കഴിച്ചോളാം, ഞാനല്ലേ വാങ്ങിക്കണതെന്നും പറഞ്ഞുകൊണ്ട് പൈസ തരണേ. അവൾക്ക് പോക്കറ്റ് മണിയൊക്കെ ഉണ്ട്. അക്കൗണ്ടിൽ 6000 rupees ഉണ്ട്. അല്ലാതെ മറ്റേ കുടുക്കകത്ത് കുറച്ച് പൈസ കിടപ്പുണ്ട്. എല്ലാവരും ഒക്കെ കൊടുക്കുന്നത് കൊണ്ടൊന്ന് സേവിങ്സ് ആയിട്ട് ഇടും. അറിഞ്ഞ എനിക്ക് പൈസ ക്യാമറ വാങ്ങിക്കാനാ, ഇൻസ്റ്റന്റ് ക്യാമറ വാങ്ങിക്കാനൊന്നും. ഫൈനലി സുഹൃത്തുക്കളെ, നമ്മൾ സൗത്ത് ഇന്ത്യ എത്തിയിട്ടുണ്ട്. സൗത്ത് ഇന്ത്യ തെലുങ്ക് സ്റ്റേറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ് ഗൈസ്. ഏറ്റവും എന്നെ അലട്ടുന്ന പ്രശ്നം ഫുഡ് മാത്രമാണ് കേട്ടോ. അങ്ങോട്ട് പോകുന്ന ഉന്മേഷം എന്തായാലും തിരിച്ചു വരുമ്പോൾ ഇല്ല എന്നുള്ളത് വേറെ സത്യമാണ്. വീഡിയോ എടുക്കാനും ഒക്കെ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. തിരിച്ചു വരുമ്പോൾ അത്രയും ഉത്സാഹമില്ല. പിന്നെ സൗത്ത് ഇന്ത്യയിൽ കയറിയതിൻ്റെ സന്തോഷം നല്ല രീതിയിലുണ്ട്. എങ്കിൽ തന്നെയും ഉച്ചയ്ക്കും എന്നും ദാവയൊക്കെ ആയിരിക്കും. വലിയ രീതിയിൽ സൗത്ത് ഇന്ത്യൻ ഫുഡൊന്നും കിട്ടത്തില്ല. നാളെ മുതൽ നമുക്ക് കിട്ടും കേട്ടോ. ഒന്ന് ഹൈദരാബാദ് എത്തിയിരുന്നെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ടാനെങ്കിലും. ഇത് തെലുങ്ക് സ്റ്റേറ്റാണ്. നമ്മൾ ഈവനിങ് 5 മണിയൊക്കെ ആയിട്ട് ഹൈദരാബാദ് എത്തത്തുള്ളൂ. എങ്കിലും കുഴപ്പമില്ല, സൗത്ത് ഇന്ത്യ കയറിയല്ലോ, നമ്മളെ നാടിനടുപ്പിച്ചെത്തിയല്ലോ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. മങ്കീസ് ഒരു പേടിയും ഇല്ലാതെ റോഡിൽ നടുക്ക് കയറി നിൽക്കുകയാണ്. ഈ ലോറിക്കാരെ ഫുഡ് ഇട്ട് കൊടുക്കുക. അതാണ് ഇങ്ങനെ എത്ര റോഡിൽ ഇങ്ങനെ വണ്ടി ഇടിച്ച് കിടക്കുമെന്നറിയോ. കുഞ്ഞനൊക്കെ നിൽക്കുന്നു. 2 മണിയായിട്ടോ. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ധാബകളൊന്നും നോക്കിയിട്ട് കാണുന്നില്ല. ഉണ്ട്
അതൊക്കെ വേറെ ഈ ലോറിക്കാരും നിറയെ അങ്ങനെയുള്ള സെറ്റപ്പാണ്. നമ്മളൊരു ഫാമിലി ആയിട്ട് കയറാൻ പറ്റിയ ധാബകളൊന്നും കണ്ടില്ല. അങ്ങനെ വിശന്ന് കറങ്ങി ഇരിക്കുകയാണ്. ഭയങ്കരമായിട്ട് വിശക്കണമെന്ന് ഇങ്ങോട്ട് പറഞ്ഞു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വാക്ക് കേൾക്കണത്. രാവിലെ ഒന്നും നമ്മൾ കഴിച്ചില്ല, അപ്പോൾ അതിൻ്റെ വിശപ്പായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ധാബ കണ്ടു, നിറയെ ആൾക്കാരുള്ളൊരു ധാബ. എല്ലാവരും വിശന്ന് കറങ്ങി ഈ ധാബയിലായിരിക്കും വന്നത്. ഞാൻ പോയി എൻ്റെ ചമ്മന്തിപ്പൊടിയും വറ്റൽമുളകും എടുത്തിട്ട് വരായിരുന്നു. ചമ്മന്തിപ്പൊടിയും വറ്റൽമുളകും. ചോറ് വാങ്ങിച്ചിട്ടത് അച്ചാർ വാങ്ങിച്ചിട്ടില്ലേ? ഔട്ട്സൈഡ് ഫുഡ് അലൗഡ്? पिकल अलाउड? मेरा पिकल. ऑमलेट है? ऑमलेट, एक ऑमलेट. എൻ്റെ അച്ചാർ, വറ്റൽമുളക്, പിന്നെന്താണ് പാവയ്ക്ക വറുത്തത്. കൊതിയാവുന്നു, വായിക്കൂടെ വെള്ളം വരണം. ഞാൻ ഉണക്കമീൻ അച്ചാറാണ്, ചമ്മന്തിയാണ് എടുക്കണം. മറ്റത് വേണോ? ഉണക്കമീൻ, അതിനിപ്പോൾ എന്താ അച്ചാർ? ഇത് വേണമെങ്കിൽ രണ്ടും കൂടെ ഒന്നിലാക്കാം. മുളക് തണുത്താന്തോ? മുളക് തണുത്ത് അത് അയ്യോ, അന്ന് കഴിഞ്ഞ ദിവസം എടുത്തിട്ടേ അത് നേരെ അടച്ചു വെച്ചില്ലേ. അവരൊന്നും വിചാരിക്കില്ല, കഴിച്ചോളാൻ പറഞ്ഞില്ല. അത് തന്നെ വലിയ കാര്യം. എനിക്ക് വറ്റൽമുളക്. നിങ്ങൾക്ക് വറ്റൽമുളക് വേണോ? പാവയ്ക്ക വേണോ? എൻ്റെ പൊന്നു, എന്നാ എനിക്കുണ്ട് പാവയ്ക്ക കയ്പായി. കറുത്തത് അധികം കയ്പില്ല, എങ്കിലും ചമ്മന്തിപ്പൊടി വയ്ക്കട്ടാ. ഉണക്കമീനായിട്ട് മോന്ത പോണോക്ക്. ഓ കേട്, വേദയ്ക്ക് കേട് വേണമെന്ന് പറഞ്ഞു. സ്പൂണുണ്ടെങ്കിൽ ഇതെടുക്കാൻ പറ്റും. ചുമ്മാ വാരി തിന്നാളാരോ കമൻ്റ് ഇട്ടിരുന്ന് നാരങ്ങ വെറുതെ തിന്നാൽ മൈഗ്രെയിൻ വരുന്നു. ഉണക്കമീൻ കൊള്ളാം. ഇപ്രാവശ്യം നമ്മൾ ഇതുപോലത്തെ വാങ്ങിച്ചതെല്ലാം വെറുതെ കാശ് കളഞ്ഞ കേട്ടോ. ഒരു ആവശ്യമില്ലാതെ വാങ്ങിച്ച അച്ചാറൊക്കെ നാക്കൊക്കെ പൊള്ളി. മറ്റേ റെഡി ടു ഈറ്റും വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ലേ. ഇങ്ങനെ മീൻ പീരയും തീയലും ഇരിക്കണം. അത് കുഴപ്പമില്ല, വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. ചൂടാക്കി കഴിക്കണം. ചൂടാക്കാനുള്ള സെറ്റപ്പ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തില്ല. പക്ഷെ അച്ചാറെല്ലാം വെറും അഴുക്ക സാധനം. മുളക് വറുത്തതും പാവയ്ക്കും കൊള്ളാം. മിൽക്കി മിസ്റ്റ് തൈര് എന്താടാ, എന്തോന്ന് ഉപ്പ ദൈവ. അത് തന്നെ, തൈരും മുളകും കൂടെ ആകുമ്പം കറക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. ഉപ്പിടണ്ട കേട്ടാ, ഉപ്പിടണ്ട. ഈ മുളകിലുള്ള ഉപ്പ് തൈരും കൂടെ സെറ്റാവും, അത് വേറൊരു ടേസ്റ്റാണ്. എന്താ അയ്യോ, എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചൊരു പിടി പിടിക്കണം. വലിയൊരു ഓംലെറ്റ്, മുളക് പൊടിയൊക്കെ ഇട്ടുണ്ടാക്കിയ ഓംലെറ്റാണ്. ഒരു ഓംലെറ്റ് കഴിച്ചു നോക്കട്ടെ. നിനക്ക് കഴിക്കട്ടാ? കുറച്ച് കഴിച്ചു നോക്ക്. വ്രതമാണെന്ന്. അപ്പം ഇന്ന് വൈകിട്ടത്തെ ചിക്കൻ ആര് കഴിക്കും? ഓംലെറ്റ് അച്ചാ ഹേ? ഓർഡർ ചെയ്തിട്ട് കുറച്ച് സമയമായി, ഇതുവരെ കിട്ടിയില്ല. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇതേ കിട്ടുള്ളൂ. ഇവിടെ അവൾക്ക് ചോറ് കണ്ടപ്പോൾ ഒരുമാതിരി. അവൾക്ക് ചമ്പാ റൈസ് അവള് കഴിക്കും. ചൂടൊക്കെ ഉണ്ട്. ഇനി ഇതും തൈര് വേണം. ആദ്യം ഇതും കൂടെ വെച്ചത് ഉണക്കമീനും ചോറും. ചമ്പാവരി തന്നെ കൊള്ളായിരുന്നു. ഇനി ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. കുറച്ച് തൈരും അല്ലാത്ത ചമ്മന്തി ഇരിപ്പുണ്ടേ. ഉണക്കമീനും വറ്റൽ മുളകും അച്ചാർ ശാല എടുക്കട്ടെ. വെളുത്തുള്ളി അച്ചാർ വലിയ കുഴപ്പമില്ല കേട്ടോ. വെളുത്തുള്ളി അച്ചാറും ഓംലെറ്റും.
കൊള്ളാം. ആഹാ, വീട്ടിലൊന്നും കഴിക്കും പോലെ. കൂടുതലും കഴിച്ചെണീറ്റു. അത്ര വലിയ സംഭവം ഒന്നല്ലായിരുന്നു, എങ്കിലും നമ്മുടെ ഇതൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ ഒരു സന്തോഷം. ചായ കുടിക്കാൻ ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ ഇവിടെ ഹൈദരാബാദിലേക്ക്. പ്ലേസ് കാറിലിരിക്കില്ല, നമുക്ക് വേണം. ഇത് ഈ ഏലക്ക ചായ അല്ലേ, നല്ല കട്ടിപ്പാലിലുള്ള ചായയാണ്. തീൻ ഒരു ഗ്ലാസ് എക്സ്ട്രാ ഗ്ലാസ്. നല്ല ചായയാണ്, ഇവരെ ചായ നല്ല ചായയാണ്. ഹൈദരാബാദി ടീ. ഇവിടെയൊക്കെ ഇറാനി ടീ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷെ അത് നോക്കി നടക്കണം. ഇന്ന് മൊത്തം തീറ്റയും കുടിയായിരുന്നല്ലേ. എല്ലാവരും നോക്കണം, ഞാൻ വീഡിയോ എടുക്കണ കണ്ടുകൊണ്ട്. അത് തീറ്റയും കുടിയും ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് പോണ ഉത്സാഹം തിരിച്ചു വരുമ്പോൾ കാണില്ല. ഇനി നാളത്തെ വീഡിയോ എന്താണ്, നാളെ ഇതൊക്കെ തന്നെ. ചായ കൊള്ളൂല, അത് വേറെ കാര്യം. സബ്സ്ക്രൈബ് ചെയ്തു. അപ്പം ഇങ്ങനെ ഇത് യാത്ര പോകണില്ല, ഇതിങ്ങനെ ഒരു ഉപയോഗം ഉണ്ട് കേട്ടാ. പല സ്റ്റേറ്റുകളിലെ സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. മലയാളം വേറെ. അതിനിടയ്ക്ക് ലേസൊക്കെ വാങ്ങിച്ചു. ഇവിടെ എവിടെ പോയാലും ഹൽദിറാംസിൻ്റെ ഒന്നും. എൻ്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്, അവരെൻ്റെ വീഡിയോ കാണുന്നു. ഹൈദരാബാദ് എത്താൻ പോവുകയാണ്. ഹൈദരാബാദിന് മുന്നേയുള്ള സിക്കന്ദരാബാദ് എന്തോ ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ തിരിഞ്ഞതേ ഒരു ഔട്ടർ റിംഗ് റോഡ് കയറാൻ പോവുകയാണ്. ഇതൊരു 70 കിലോമീറ്ററോളം ഈ ഒരു റിംഗ് റോഡുണ്ട് കേട്ടോ. കിടിലൻ റോഡാണ്. 70 കിലോമീറ്റർ 1 മണിക്കൂർ പോലും സമയം വേണ്ട, നമ്മൾ എത്തും. അത്രയും ചവിട്ടി വിടാമെങ്കിൽ കേട്ടോ. ഇതുപോലൊരു അടിപൊളി റോഡാണ്. ഈ റോഡിൽ ആക്ച്വലി പാർക്കിംഗ് പോലും ഇല്ല. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് തന്നെ 80 എബോവ് ആണ് കേട്ടോ. അത്രയും സ്പീഡിനാണ് എല്ലാ വണ്ടികളും പോകുന്നത്. കാരണം പാർക്കിംഗ് ഇല്ല എന്ന് പറയാൻ കാരണം എക്സിറ്റ് മാത്രമേ ഉള്ളൂ. ഇത്രയും സ്പീഡിന് കാറുകൾ പോകുമ്പോൾ നമ്മൾ പാർക്ക് ചെയ്യാൻ തിരിക്കുമ്പോൾ അത് ആക്സിഡൻറ്റിന് കാര്യമാവും. അതുകൊണ്ട് അഥവാ എന്തെങ്കിലും എമർജൻസി വന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും സിഗ്നലൊക്കെ ഇട്ട് വളരെ ദൂരത്ത് നിന്ന് സിഗ്നലൊക്കെ ഇട്ട് ലെഫ്റ്റ് ചേർത്ത് പിടിച്ചൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും വലിയ റോഡാണ്. ഇത് 4 വരി 6 വരി പാതയോ 8 വരി പാത ഇല്ലേ? ഇന്നലെ നമ്മളൊരു എക്സ്പ്രസ് ഹൈവേയിൽ കയറി, മനുഷ്യരില്ല. ഇവിടെയാണെങ്കിൽ എക്സിറ്റ് ഉണ്ട് കേട്ടോ ഓരോരോ. ഇപ്പം ഇത് നേരെ ഇതെന്തോ മുംബൈ എന്തോ എക്സ്പ്രസ് ആണ്. ഇത് ഓരോ റൂട്ട് പോണ എക്സ്പ്രസ് ആയിട്ട്. അപ്പം നമുക്ക് നാഗ്പൂറാണ് പോയിട്ടുണ്ടെങ്കിൽ ഇത്ര എക്സിറ്റ് നമ്പർ ഉണ്ട്, ആ എക്സിറ്റ് വഴി പുറത്തിറങ്ങാം. അങ്ങനെയാണുള്ളത്. അല്ലാതെ ഇതിനിടയ്ക്ക് പെട്രോൾ പമ്പ്, ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് പിന്നെ വണ്ടികളെങ്കിലും ഉണ്ട് കേട്ടോ. നമ്മളൊന്നിലൊരു എക്സ്പ്രസ് ഹൈവേ കയറി, വണ്ടികൾ പോലും ഇല്ലാത്തൊരു എക്സ്പ്രസ് ഹൈവേ. ഭയങ്കര ഇതായിരുന്നു. അത് 250 കിലോമീറ്റർ എന്തോ നീളമുണ്ട്. ഇത് അത്ര ഇല്ലെന്ന് തോന്നുന്നല്ലേ, ഇത് അത്രയൊന്നും ഇല്ല. പക്ഷേ എങ്കിലും ഇത് കുറച്ചുകൂടെ നമുക്ക് ഒരു ഇഷ്ടമൊക്കെ തോന്നും. അത് അവസാനം മടുത്തു പോയി, എങ്ങനെയെങ്കിലും വെളിച്ചാടണമെന്നായി പോയി. നോക്കിയേ, സൂര്യൻ അസ്തമിച്ച് നിൽക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാന്ന്. നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ, സൗത്ത് ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് എത്തിയപ്പോൾ എന്ത് സന്തോഷം എന്ന് പറയുക. നാളെ മുതൽ ദോശയൊക്കെ കഴിക്കാം. ഇന്ന് വൈകിട്ട് മിക്കവാറും ഞാൻ ഹൈദരാബാദ് ബിരിയാണി കഴിക്കുമല്ലോ. നമ്മൾ ഹൈദരാബാദിലാണ് സ്റ്റേ. ഹൈദരാബാദ് പക്ക ടൗണിലല്ല, ഇപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ റൂം എടുത്ത് അങ്ങനെ ആയിരിക്കും സ്റ്റേ കേട്ടോ. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നേ, സ്റ്റോപ്പിംഗ് ഓൺ എന്തോന്ന് എക്സ്പ്രസ് ഹൈവേ ഈസ് പ്രൊഹിബിറ്റഡ്, എമർജൻസി എന്തോ ഇൻഡിക്കേഷൻ ഇട്ട് ലെഫ്റ്റിലോട്ട് പോകാൻ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 10-30-50 കിലോമീറ്ററോളം ഈ ഒരു റോഡ് വന്നു. ഇനി ഒരു 3 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 120 ആണ് ഈ റോഡിൻ്റെ കാറിൻ്റെ സ്പീഡ് ലിമിറ്റ്. ബോർഡ് വെച്ചിട്ടുണ്ട്. ലോറിക്ക് ട്രക്കിന് 80 ആണ് സ്പീഡ് ലിമിറ്റ്. അത്രയും സ്പീഡിൽ പോവാം കേട്ടോ. അപ്പോൾ നമ്മളിത് ഓൾമോസ്റ്റ് ഈ റോഡ് കഴിയാറായിട്ടുണ്ട്. നമ്മുടെ എക്സിറ്റ് ഇതാണ്. സ്ട്രെയിറ്റ് വേറെ റോഡുണ്ട്. വിജയവാഡ പോകുന്നതാണ് ആ സ്ട്രെയിറ്റ് റോഡ്. ഇത് ബാംഗ്ലൂർ പോകുന്ന റോഡേ. നമ്മളിപ്പോൾ ഹൈദരാബാദ് ടൗൺ ആയില്ല എങ്കിലും ഹൈദരാബാദ് ഒരു സൈഡിലാണ്. ഇപ്പോൾ റൂം ഇവിടെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ ബുക്ക് ചെയ്തില്ല. വരുന്ന വഴിക്ക് നോക്കാമെന്ന് എഴുതി അങ്ങനെ ജസ്റ്റ് ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് റൂം കണ്ടു. ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് എഴുതി. നേരത്തെ കണ്ട അതേ ഹോട്ടലിൽ തന്നെ റൂം എടുത്തു. അത്ര നല്ല സെറ്റപ്പൊന്നുമില്ല എങ്കിലും കുഴപ്പമില്ല. ഒരു രാത്രി താമസിക്കാനായിട്ട് കുഴപ്പമില്ല. കാരണം ഇനി ഇവിടെ അന്വേഷണം നടന്നാൽ പിന്നെ നമുക്ക് പറ്റില്ല. ഒന്നാമത് ഹൈദരാബാദ് തിരക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇന്നൊന്നും നടക്കത്തില്ല, റൂം എടുക്കില്ല. നമ്മളെ ഹോട്ടൽ റൂമിൻ്റെ അവിടെ നോക്കിയപ്പോൾ നേരെ ഓപ്പോസിറ്റ് പാരഡൈസ് ബിരിയാണി കണ്ടു. ഫേമസ് പാരഡൈസ് ബിരിയാണി. ജസ്റ്റ് നമ്മൾ റിംഗ് റോഡ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അങ്ങോട്ടാണ് പോവേണ്ടത്.
നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ഇത്ര അടുത്ത് പാരഡൈസ് ബിരിയാണി ഉണ്ടായിട്ട് ഇപ്പോഴാണല്ലോ ദൈവമേ അറിയണത്. നിന്നിപ്പോ കഴിഞ്ഞ പ്രാവശ്യം റാമോജിയിൽ വന്നപ്പോഴും പാരഡൈസിൽ വരണമെന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് ഒരുപാട് ദൂരം ആയതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പൊ തൊട്ട് ഫ്രണ്ടില് കണ്ടു. നമ്മൾ അതന്വേഷിച്ച് വന്നതല്ല, പക്ഷെ കണ്ടു, സന്തോഷമായി. അപ്പോൾ ഇവിടെ നിന്ന് വരണമെങ്കിൽ ഒന്നുകിൽ അങ്ങനെ കറങ്ങി വരണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങനെ കറങ്ങി വരണം. ഇപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഇതുവഴി അങ്ങ് അപ്പുറം ക്രോസ് ചെയ്യാം. ഇരുട്ടാണ്, അപ്പം നമുക്ക് ക്രോസ് ചെയ്തിട്ട് അപ്പുറം ചെന്നിട്ട് കാണാം. നമ്മൾ അതുവഴി പോയപ്പോൾ അവിടെ നിറച്ച് എലിയും സ്മെല്ലും ഒരുമാതിരി കിടക്കുന്ന, ഇരുട്ടുകൂടാ കേട്ടോ, ഒന്നും കണ്ടുകൂടാ. അതുകൊണ്ട് പിന്നെ കറങ്ങി തന്നെ പോവാന്ന് എഴുതി. ഇതുവഴിയെന്ന് ഞാൻ തർക്കിച്ചേട്ടൻ പറഞ്ഞു, അതുവഴി ഇതുവഴി അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അങ്ങോട്ടെങ്ങാനും പോണ റോഡ് തന്നെ എന്തോ. നമ്മൾ വന്ന ഏത് റോഡ്? ഇതുവഴിയല്ലേ? ഇതുവഴിയാ? അപ്പം അങ്ങോട്ടായിരിക്കും. തൊട്ടടുത്ത് ഹോസ്പിറ്റലുണ്ടെന്ന്. അവിടെ ചെന്നപ്പോൾ അതല്ല കേട്ടോ വഴി. അതുവഴി വേണമെങ്കിൽ പോകാൻ തോന്നുന്നു. പിന്നെ അധികം നടന്നില്ല, തിരിച്ചങ്ങോട്ട് നടക്കണം. അങ്ങോട്ട് കുറച്ച് കൂടുതൽ ദൂരമുണ്ട് നടക്കുക. അതാണ് ഞാൻ ഇങ്ങോട്ട് നടക്കാമെന്ന് പറഞ്ഞത്. നമ്മൾ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിങ്ങി വന്നേ. ഓട്ടോ പിടിച്ചതിന് അവിടെ നിന്ന് ഇപ്പുറം വരണതിന് 500 മീറ്റർ പോലും ഇല്ല. 100 രൂപ ഓട്ടോക്കാരൻ വാങ്ങി. പോട്ടെ. അപ്പോൾ അയാൾ പറഞ്ഞ് പാരഡൈസ് ബിരിയാണി ഇവിടുത്തെ കൊള്ളൂല, സെക്കന്ദരാബാദിലാണ് മെയിൻ ബിരിയാണി, ഇവിടെ പേര് മാത്രമേ ഉള്ളൂ, ഏറ്റവും നല്ല ബിരിയാണി ഇവിടെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിറക്കി. അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാം. ഇവിടെ ഉള്ള ആൾ പറയുന്നതല്ലേ എൻ്റെ സത്യം, പേര് മാത്രമേ ഉള്ളൂ, വേസ്റ്റ് ആണ്, ഇവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ കയറി കഴിക്കാം. നല്ല ബിരിയാണിയുടെ മണമൊക്കെ വരുന്നുണ്ട്. പടയപ്പ മുടി കെട്ടിയിട്ട് ഇല്ലല്ലേ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല, മുടി കണ്ണും കൂടെ കിടക്കും. മെനു കാർഡ്, നല്ല ബിരിയാണിയുടെ വേണം. അതായത് നമുക്ക് വേണ്ട, നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി സെർവ്സ് 1, ചിക്കൻ ബിരിയാണി റെഗുലർ സെർവ്സ് 1 to 2, ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഗുലർ പറയാം. അതിന് ബിരിയാണി ഉണ്ട്, വേറെ എല്ലാം ഉണ്ട്. We are from Kerala. Authentic Hyderabadi biryani. Which one? You want chicken, mutton, madam? Chicken, mutton, madam. Biryani, madam. Quantity regular for 1 member, madam. Last for 2 members. Family for 4 members. 1 chicken biryani regular. Okay. 1 mutton biryani small. Okay. Any starters, madam? Starter, no starter. Kebab item. No, nothing. Only biryani. ഇന്നിപ്പോൾ ബിരിയാണിയുടെ ദിവസമാണ്. എന്തായാലും 2 പേർക്കുള്ളതും പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്കുള്ളതും പറഞ്ഞിട്ടുണ്ട്. ബാക്കി വരണമെങ്കിലേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഹൈദരാബാദിൽ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും, ഒരുപാട് പ്രാവശ്യം ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും ഓതൻറ്റിക് ടേസ്റ്റിൽ നമ്മൾ കഴിച്ചിട്ടില്ല. ഒട്ടും കൊള്ളില്ലാത്ത ബിരിയാണികളാണ് ഞാൻ 3-4 പ്രാവശ്യം കഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാരഡൈസ് ഭയങ്കര ഫേമസ് ആണ്, ഹൈദരാബാദി ബിരിയാണി അങ്ങനെയാണ് കഴിക്കാമെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി വന്നപ്പോഴാണ് ഓട്ടോക്കാരൻ നമ്മളെ മനസ്സ് മാറ്റിച്ച്, അറിയില്ല, ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇന്ന് കഴിച്ചിട്ട് പറയാൻ ടേസ്റ്റാണ്. അത് ഇനി ഹൈദരാബാദി ബിരിയാണി ആ ടേസ്റ്റ് ആണോ എന്നറിയില്ല. ഹൈദരാബാദിലെ ചാർമിനാറിനടുത്ത് ഒരു റെസ്റ്റോറൻറ്റ്, അതിൻ്റെ പേര് മറന്നു, അവിടെ കറക്റ്റ് ഒതൻറ്റിക് ടേസ്റ്റിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് 12 കിലോമീറ്ററേ ഉള്ളൂ, 15 കിലോമീറ്ററേ ഉള്ളൂ ചാർമിനാർ. അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇനി ചാർമിനാർ വരുമ്പോൾ അവിടെ നിന്ന് കഴിക്കണം. ഇന്നിപ്പം ഇവിടെ നിന്ന് കഴിക്കാം. 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15. നമ്മൾ തന്നെ ബിരിയാണി വരണം. യെസ്, നമ്മൾ ബിരിയാണി വരണം. മറ്റേ അയാൾക്ക് വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവരണുണ്ട്, നമുക്കെന്താ കുറച്ച് ക്വാണ്ടിറ്റി എന്തോ ചട്ടിയിൽ കൊണ്ടുവരണുണ്ട്. അത് വേറെ എന്തെങ്കിലും മട്ടൺ. ബിരിയാണി ക്യാ ഹേ? ലാർജ്. ഓ, അത് ലാർജ് ബിരിയാണിയാണ്. വേണ്ട, സെയിം സാധനം തന്നെയല്ലോ, മാത്രമേ വ്യത്യാസമുള്ളൂ. സെർവ്. ചിക്കൻ ബിരിയാണി. എനിക്കും വേദയ്ക്കും ചിക്കനാണ് ഇഷ്ടം. ചിക്കൻ. നമുക്ക് ഈ പ്ലേറ്റ് വേണോ? മസാല കുറച്ചിട്ട് മുകളിലിടുന്നത്. സെർവ് ചെയ്യണം നമുക്ക്. നമ്മൾ സെർവ് ചെയ്തിരുന്നെങ്കിൽ മൊത്തം താഴെപ്പോന. വലിയ പീസല്ലേ? 5 പീസ് എന്നൊക്കെ എന്തോന്ന് പറഞ്ഞാൽ മട്ടനായിരിക്കും. ആണോ? കഴിച്ചു നോക്കട്ടെ.
ഏത് പറയുന്നത് അടിപൊളി കൊള്ളാമെന്നൊക്കെ. ചൂട് ഓൾമോസ്റ്റ് ഈ ടേസ്റ്റ് തന്നെ നമ്മളെല്ലാ ബിരിയാണിയും കഴിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ദം ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നിൽക്കണോണ്ടേ ഭയങ്കര സോഫ്റ്റ് ചിക്കനെ അതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളെ ദം ബിരിയാണിയുടെ ഒപ്പം എത്തിയിട്ടില്ല എന്ത് പറയാനും. ഏതാ പറഞ്ഞാൽ വാവ് ഇല്ല, എനിക്കിഷ്ടമായില്ല. ഇഷ്ടപ്പെട്ട കുഴപ്പമില്ല. ഇത് തന്നെ നമ്മളെല്ലായിടത്തും നിന്ന് കഴിച്ച ബിരിയാണി. ഇനി പാരഡൈസിൽ എന്തായിരുന്നു എന്നറിയില്ല, കുഴപ്പമില്ല. ഇതാണ് ആയിരിക്കാം മേ ബി ഹൈദരാബാദി ബിരിയാണിയുടെ ടേസ്റ്റ്. ഇവിടെ തന്നെ ചെറിയ ചൂട് വെള്ളത്തിൽ നാരങ്ങ ഇട്ട് കൈ കഴുകാൻ കൊണ്ട് തരുവേ. സത്യം പറയാമല്ലോ ഒരു കാശിനും ഉള്ളൂല, എനിക്കിഷ്ടമായില്ല. മേ ബി ഹൈദരാബാദി ബിരിയാണി ഇതായിരിക്കും ടേസ്റ്റ്. ഒരു മസാലയുടെ ഓവർ പ്രസരിപ്പാണ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സൈഡ് എടുത്ത് വെച്ച് കഴുകുക. പക്ഷേ ഇതായിരിക്കില്ല ഹൈദരാബാദി ബിരിയാണി എന്ന് പറയാൻ കാരണം, നമ്മൾ കുംഭമേളയ്ക്ക് പോയിട്ട് വന്നപ്പോൾ ഇതുപോലെ ഹൈവേയിലൊരു സൈഡിൽ ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞ് കയറി കഴിച്ചായിരുന്നു കേട്ടോ. അന്ന് ഒരു മട്ടൻ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ അടിപൊളി ടേസ്റ്റായിരുന്നു. അത് അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് എനിക്കിഷ്ടമായില്ല. ഭയങ്കര മസാലയുടെ ഒരു ഇത് കുത്തൽ. ഇനി കൈയല്ലാതെ കഴുകാം. ഇവിടെയൊക്കെ ഹോട്ടൽ റൂംസ് ഉണ്ട്. ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് കേട്ടോ. അവർ വന്ന് വെറുതെ ഇങ്ങനെ തലയിൽ തൊട്ടിട്ട് പോകും. നമ്മൾ പൈസ കൊടുത്തോളണം, അല്ലെങ്കിൽ അവർ അടി ഉണ്ടാക്കും. അതുകൊണ്ടാണ് അധികം പുറത്ത് വീഡിയോ എടുക്കാത്തത്. അവിടെയൊക്കെ നിൽപ്പുണ്ട്. അവർ പൈസ കൊടുത്താണല്ലോ, അതുകൊണ്ടായിരിക്കും. ബൺ മസ്ക, ബൺ മസ്ക. കറാച്ചി ബേക്കറി എന്ന് പറഞ്ഞിട്ടുള്ള ബേക്കറി കയറി കേട്ടോ. ബൺ മസ്ക. നമ്മളൊരിക്കൽ കറാച്ചി ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് വഴിയിൽ കളഞ്ഞിട്ട് വന്ന് മറന്നു എടുക്കാൻ. ഇത് എത്ര ദിവസം ഇരിക്കും എന്തോ. ഇതൊരെണ്ണം വാങ്ങിക്കാം. ശരിക്കുള്ള ബൺ മസ്ക എന്താണെന്നുള്ളത് ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് എന്തോ ആണ് ബൺ മസ്കയുടെ തുടക്കം എന്ന് പറയുന്നത്. ഇതെന്തായാലും പറഞ്ഞാൽ ഇരിക്കട്ടെ. വേറൊക്കെ അങ്ങനെ പറഞ്ഞു. ഇന്ന് അവിടെ ഹൽദിറാംസിൽ കയറി വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ വാങ്ങിക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്നോ? 140 rupees ചായയും ബൺ മസ്കയും കിട്ടുമായിരുന്നു. ഫിൽറ്റർ കോഫിയും ബൺ മസ്കയും. ഇപ്പം സ്ഥലമില്ല വയറിൽ. വേണ്ട, ഐസ്ക്രീം കഴിക്കാം. കറാച്ചി വേണ്ട, നമ്മൾ വൺസ് അത് ടേസ്റ്റ് ചെയ്തതാണ്. വേണോ? ഐസ്ക്രീം കഴിക്കാനാണ് വന്നത്. നമ്മൾ വൺസ് കറാച്ചി ബിസ്ക്കറ്റ് ടേസ്റ്റ് ചെയ്തത്, അതുകൊണ്ട് അതിൽ വലിയ തോന്നില്ല. എന്തോന്ന് ഹൽദിറാംസിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്തില്ലെന്ന് ഇവിടുന്ന് വാങ്ങിക്കാം. അവിടെ വെച്ചിട്ട് വാ. ഭയങ്കര തിരക്ക് കേട്ടോ, എല്ലാവരും വാങ്ങാനായിട്ടൊക്കെ. ഒന്നും ന്യൂ ഇയർ കൂടെ അല്ലേ. പേസ്ട്രീസ്, ഐസ്ക്രീം ഇല്ലേ? പേസ്ട്രി രാവിലെ ഒരെണ്ണം കഴിച്ചില്ലേ? ഐസ്ക്രീം. ഒരു സ്ഥലത്ത് ഇറങ്ങാൻ പാടില്ല, ഉറക്കവും സാധനങ്ങൾ വാങ്ങിക്കും. നമുക്ക് ബൺമസ് കഴിക്കാൻ പാ. ഞാൻ ഐസ്ക്രീം വാങ്ങിക്കാൻ വന്നതിന് പക്ഷേ ഐസ്ക്രീം കണ്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബൺമസ് വാങ്ങിക്കാണ്. എനിക്ക് ഇത് ക്യാൻസൽ ചെയ്യേ. അത് ഇരിക്കില്ല, 1 day എക്സ്പയറി ഉള്ളൂ. ഞാൻ നാളെ കഴിക്കാമെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത്. ഇങ്ങനെയാണ് തരുന്നത്. ഞാൻ കരുതി അവിടുന്ന് ബൺമസ്കയും ചായയും കൂടെ തരുമായിരിക്കുമെന്ന്. സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് എവിടെ പോകണം ഇങ്ങനെ ഇരിക്കാൻ. സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് നിന്ന് ഇതുവരെയും ഞാൻ ബൺമസ്കയും ചായയും ടേസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം തോന്നിയിട്ടില്ല. പിന്നെ നമ്മളുണ്ടാക്കി കഴിച്ചത് കൊള്ളില്ലായിരുന്നു. ഇപ്പം നമുക്കിവിടെ നിന്ന് ഈ ടോക്കൺ കാണിക്കുമ്പോൾ ചായ തരുമെന്ന് പറഞ്ഞു. ഇഷ്ടംപോലെ സാധനങ്ങൾ കേട്ടോ. കണ്ടിട്ട് കൈയും കാലും ഒക്കെ ഒരെണ്ണം പൊട്ടി കിടന്നിട്ട്. ഇങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം കഴിച്ചിട്ട് വേണമെങ്കിൽ പിന്നെ ഓർഡർ ചെയ്ത് അങ്ങനെ അവിടെ പറയണമായിരിക്കും. ഒരു ദിവസത്തെ എക്സ്പയറി കാണിക്കണുള്ളൂ. കഴിച്ചു നോക്ക്. തേഞ്ഞെന്ന് തോന്നണതാ. ബട്ടർ ക്രീം ബണ്ണല്ലേ? ക്രീം ബണ്ണിൻ്റെ ടേസ്റ്റ്. 3 വേണ്ടായിരുന്നു. നമ്മളെ വിശക്കുമ്പോൾ തിന്നാം. ഇതിന് കപ്പുണ്ട്, അല്ല പിടിക്കാനുള്ള ഇതുണ്ട്. പക്ഷെ അതിൽ പിടിച്ചാൽ താഴെ വീഴും.
ചൂടായിരിക്കും. ചായ കുടിച്ചോക്കണം, നല്ല കടുപ്പമുള്ള ചായ. തേപ്പ് ചായ, തേഞ്ഞ് ആസൈ പൊന്മകയെ മൂഞ്ചിന മൂഞ്ചി 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 ബണ്ണും ചായ. കഴിയും. ട്രിവാൻഡ്രത്തൊന്നും കഴിച്ചില്ല, ഓതന്റിക് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഹൈദരാബാദിൽ വന്നതാ. മൂഞ്ചി 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 മൂഞ്ചി. അപ്പോൾ ഓതന്റിക് ടേസ്റ്റ് കഴിക്കാൻ വന്ന ബിരിയാണിയും തേഞ്ഞ്, ബണ്ണും തേഞ്ഞ്, ചായയും തേഞ്ഞ്. വേറെ ഏതാ ചായ അതുപോലെ വെച്ചേക്കുന്നത്? അത് നിനക്ക് ഇഷ്ടപ്പെട്ടാണ്, എനിക്കും അച്ഛനും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇവിടെ കഴിയാണ്. രാവിലെ നമ്മൾ വിടും ടു സേലം. സേലത്താണ് നാളെ സ്റ്റേ. അത് കഴിഞ്ഞ് ട്രിവാൻഡ്രത്ത് പോയിട്ട് എനിക്ക് ഒരുപാട് ജോലികൾ കിടക്കുകയാണ്. ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പിടിപ്പത് ജോലി. അപ്പോൾ ടാറ്റാ, ബൈ.